പവിത്രൻ 2വിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വിക്രവും വേദയും പിരിയുന്നിടത്താണ് പുതിയ എപ്പിസോഡ് ആരംഭിക്കുന്നത്. വിക്രത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ജീപ്പും വേദ കയറിയ ഓട്ടോയും ഒരേ സമയം ട്രാഫിക് സിഗ്നൽ കാത്തു നിൽപ്പാ. പരസ്പരം അറിയാതെ അവർ അടുത്തടുത്ത വണ്ടികളിലിരിക്കുമ്പോൾ അതിനൊത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വേദയുടെ വാക്കുകളുമുണ്ട്. അതൊരവസാനമായിരുന്നില്ല, വിഭിന്നങ്ങളായ വഴികളിലൂടെയുള്ള രണ്ടാത്മാക്കളുടെ പലായനമായിരുന്നു. രണ്ടു തരം തടവറകളിലേക്കുള്ള പലായനം. ചെന്നെത്താനുള്ളത് അപരിചിതമായ സ്ഥലത്തേക്കാവാം, കൂട്ടുകൂടാൻ പോകുന്നത് അറിയ മരങ്ങളിലെ കാണാ ചില്ലകളിലാവാം, അനധിവിദൂരമായ ഏതോ പ്രേതഭൂമിയിലെ ഉള്ളു കുന്തളിച്ച മരക്കൊമ്പിൽ തലകീഴായി തൂങ്ങിക്കിടക്കുമ്പോഴും വേതാളത്തിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും വിക്രമാദിത്യൻ വരുമെന്നൊരു ഉറപ്പുണ്ടായിരിക്കണം. അങ്ങനൊരു ഉറപ്പ് എനിക്കുണ്ട്. ഞങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാനാവാത്ത ഉന്നതങ്ങളിലൂടെ ജീവിതം വേരൂട്ടാൻ തുടങ്ങുകയാണ് എന്ന വേദയുടെ വാക്കുകൾക്കൊപ്പം അവർ രണ്ടു വഴികളിലേക്ക് പിരിയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഡൽഹിയാണ്. അവിടെ ACP തരുൺ തന്റെ ഗർഭിണിയായ ഭാര്യ രാധികയുമൊത്ത് ഒരു ബുള്ളറ്റിൽ ഷോപ്പിംഗ് മാളിലേക്ക് എത്തുകയാണ്. അവരവിടെ ചെന്നിറങ്ങുമ്പോഴേക്കും പുറകെ ഒരു പോലീസ് ജീപ്പ് വന്ന് നിർത്തി. അതിൽ നിന്നിറങ്ങിയ പോലീസുകാർ അവർക്ക് കാവൽ നിൽക്കുക. അത് കണ്ട് രാധികയും തരുണിനോടായി, തരുണേട്ടാ എന്താ ഇത്, ഒന്ന് സ്വസ്ഥായിട്ട് ഷോപ്പിങ്ങിന് വരാൻ പോലും ഇവർ സമ്മതിക്കില്ലേ? ഇനി പോകുന്നിടത്തൊക്കെ വാല് പോലെ ഇവരും കാണും. എനിക്കിത് മടുത്തു, നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ പരിഭവത്തോടെ രാധിക ബൈക്കിൽ കയറാനായി പോവുക. തരുൺ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി, അവിടെ നിൽക്ക്, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് ആ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്ന് തനിക്ക് എസ്കോട്ടിന്റെ ആവശ്യമില്ലെന്നവരോട് ഹിന്ദിയിൽ പറയുന്നു. മുകളിൽ നിന്നുള്ള ഓർഡറാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഞാനും മുകളിലുള്ളവനാ, എന്റെ ഓർഡറാണെന്ന് തരുൺ ഓർഡർ നൽകുക. അത് സംബന്ധിച്ച് അവർ ജീപ്പും എടുത്തു പോവുക. തരുൺ രാധികയുടെ അരികിലേക്ക് ചെന്ന് ഹാപ്പി എന്ന് ചോദിച്ച് അവളെയും കൂട്ടി ഷോപ്പിംഗ് മാളിലേക്ക് കയറി പോവുകയാണ്. അവർ ഷോപ്പിംഗ് മാളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഒരു ഗുണ്ട അവരെ വാച്ച് ചെയ്ത് അവരുടെ നേതാവിന് കോൾ ചെയ്യുക. ACP തരുണും അദ്ദേഹത്തിന്റെ ഭാര്യയും ഷോപ്പിംഗ് മാളിൽ പോലീസ് എസ്കോട്ട് ഇല്ലാതെയുണ്ടെന്ന്. എന്താ വേണ്ടത്, ഞങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. തരുണും രാധികയും അപ്പോഴേക്കും കിഡ്സ് സെക്ഷനിലേക്ക് കടന്നിരുന്നു. രാധിക അവിടെ നിന്നൊരു കുഞ്ഞുടുപ്പെടുത്ത് ദേ ഇത് നോക്കിയേ എന്ന് പറയേ, ഇങ്ങനെ എല്ലാ മാസവും വന്ന് കുഞ്ഞുടുപ്പവും കളിപ്പാട്ടവും ഒക്കെ വാങ്ങുന്നത് എന്തിനാ? ഇപ്പൊ തന്നെ എത്രമാത്രം കളിപ്പാട്ടങ്ങളാ വീട്ടില് എന്ന് ചോദിക്കുന്നുണ്ട്. രാധികയും പറയുക, ഇതൊക്കെയല്ല തരുണേട്ടാ ശരിക്കും എൻജോയ് ചെയ്യേണ്ടത്. കുറെ കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ കുഞ്ഞിനോട് പറയാലോ, നിനക്ക് എന്റെ വയറ്റില് 2 മാസം പ്രായമുള്ളപ്പോ വാങ്ങിയതാണിതെന്ന് എന്ന് പറഞ്ഞ് വേറൊരു കുഞ്ഞുടുപ്പെടുത്ത് ദേ ഇത് നിനക്ക് 5 മാസം പ്രായമുള്ളപ്പോ വാങ്ങിയതാണ്. വേറൊന്നെടുത്ത് ദേ ഇത് നിനക്ക് 8 മാസം പ്രായമുള്ളപ്പോ വാങ്ങിയ കുഞ്ഞുടുപ്പ് എന്നൊക്കെ രാധിക സന്തോഷത്തോടെ പറയേ, തരുൺ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക. എന്താ ചിരിക്കണേ എന്നവൾ ചോദിക്കുക. ഏതൊരു സിനിമയിലെ കല്യാണത്തിന്റെ പിറ്റേന്ന് പെട്ടിയും തുറന്നു വെച്ച് ഉർവശി പറഞ്ഞ ഡയലോഗ് ഓർമ്മ വന്നു പോയി. ഇത് ഞാൻ ആദ്യം തേച്ച ബ്രഷ്, ഇത് ഞാൻ ആദ്യം മാവിൽ കല്ലെറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞതേ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കെ രാധികയും പരിഭവത്തോടെ കഷ്ടമുണ്ട് കേട്ടോ, എനിക്കങ്ങനെ തലയ്ക്ക് വട്ടൊന്നുമില്ലെന്ന് അവളും. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് തോന്നുന്നുണ്ടോ എന്ന് ചിരിയോടെ ചോദിച്ചുകൊണ്ട് തരുൺ ചെന്ന് ഒരു ടോയ് കാർ എടുത്ത് കാണിച്ച് ദേ ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് രാധികയോട്. അവൾ അത് കണ്ട് ചിരിയോടെ അങ്ങോട്ട് ചെന്ന് ഇങ്ങ് തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞത് വാങ്ങിക്കുമ്പോഴേക്കും നിനക്ക് എന്തെങ്കിലും കഴിക്കണോ, മുകളില് ഫുഡ് കോർട്ട് ഉണ്ടെന്ന് തരുൺ പറയുന്നുണ്ട്. ഏയ് ഒന്നും വേണ്ടെന്ന് രാധിക പറയേ, സാധാരണ ഗർഭകാലത്ത് ഈ പെണ്ണുങ്ങൾക്ക് കഴിക്കാനുള്ളതിനോട് വലിയ ആർത്തിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. പച്ചമാങ്ങയോ മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലും. ഓ നിനക്ക് ഭക്ഷണമെന്ന് കേട്ടാലേ അലർജിയാണല്ലോ എന്ന് തരുൺ പറയുന്നതുകൾക്ക് അതൊക്കെ സിനിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നരേറ്റീവ്സാ. സിനിമയിലൊക്കെ നായിക ഗർഭിണിയാണെന്നറിഞ്ഞാൽ എടുത്തു വട്ടം കറക്കാറുണ്ട്. വയറ്റിൽ ചെവി ചേർത്ത് വെച്ച് കുഞ്ഞ് സംസാരിക്കുന്നുണ്ടോന്ന് നോക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് രാധിക ചോദിക്കേ ഒരു ചിരിയോടെ ഷേ എന്ന് പറയുന്നുണ്ട് തരുൺ. ഈ ഷേയാണ് സാധാരണ മനുഷ്യരുടെ ജീവിതം, ബാക്കിയൊക്കെ കഥയ്ക്കും സിനിമയ്ക്കും വേണ്ടി ഓരോരുത്തരെ തുന്നി പിടിപ്പിക്കുന്നതാ എന്ന് രാധിക പറയുന്നതുകൾക്ക് ചിരിയോടെ ഹോം സയൻസിലാണ് ഡിഗ്രിയെങ്കിലും സോഷ്യൽ സയൻസ് ആണ് ഇഷ്ട വിഷയമല്ലേ, ശരി ഇത് വേണോ വേണ്ടയോ എന്ന് ടോയ് കാർ ഉയർത്തി തരുൺ ചോദിക്കുന്നുണ്ട്. വേണ്ട, ഇതേ ആൺകുട്ടികൾക്കുള്ളതാ. തരുണേട്ടനെ പെൺകുട്ടികളല്ലേ ഇഷ്ടം, ഒരു കുഞ്ഞി പെണ്ണ്, അതുകൊണ്ട് ഇത്തവണ വാങ്ങുമ്പോ കുഞ്ഞി പെൺകുട്ടികൾക്കുള്ള എന്തേലും വാങ്ങിക്കാം പോരെ എന്ന് രാധിക പറയുന്നത് തരുണും സമ്മതിക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തൻ മറഞ്ഞു നിന്ന് തങ്ങളെ നോക്കുന്നത് തരുണിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. രാധിക അപ്പോഴേക്കും ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തിയിരുന്നു. തരുൺ അങ്ങോട്ട് വന്ന് രാധികെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കേ, ഇത്രയും പെട്ടെന്നോ എന്ന് രാധിക. ഇവിടെ ഇത്രയും മതി, എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് രാധികയും വിളിച്ച് തരുൺ അവിടെ നിന്ന് പോവുകയാണ്. അവളെയും കൊണ്ട് പോകുന്നതിനിടയിൽ വേറൊരുത്തനും മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് തരുണിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് കണ്ട് തരുണം നമുക്ക് ഇവിടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞ് രാധികയെ തൊട്ടടുത്തുള്ള കടയിലേക്ക് കയറ്റുകയാണ്. അവിടുത്തെ സ്റ്റാഫിനെ തന്റെ പോലീസ് കാർഡ് കാണിച്ച് കുറച്ചു സമയത്തേക്ക് ഞാൻ ഈ ഷട്ടർ ഒന്നിടാൻ പോകും,
ഇവളിവിടെ കാണും എന്ന് തരുൺ പറയെ. തരുണേട്ടാ എന്താ എന്ന് പരിഭ്രമത്തോടെ രാധിക ചോദിക്കുന്നുണ്ടെങ്കിലും തരുൺ പെട്ടെന്ന് കടയുടെ പുറത്തേക്കിറങ്ങി ഷട്ടർ ഇടുകയാണ്. സംശയത്തോടെയും പരിഭ്രമത്തോടെയും നിൽപ്പാ രാധികയും. പിന്നീട് തരുൺ ചെന്ന് ആ ഗുണ്ടകളെല്ലാം നേരിടുകയാ. ഇതിനിടയ്ക്ക് രാധികയും ഷട്ടർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തരുൺ ആ ഗുണ്ടകളെ പെരുമാറുന്നത് കാണുന്ന രാധിക അവിടെ തല കറങ്ങി വീഴുകയാ. അടിയെല്ലാം നിർത്തി രാധിക എന്ന് വിളിച്ച് തരുൺ അവളുടെ അരികിലേക്ക് ഓടിച്ചെല്ലുമ്പോഴേക്കും അവൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയിരുന്നു. തരുൺ പെട്ടെന്ന് തന്നെ അവളെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാ. പിന്നീട് 9 മാസങ്ങൾക്ക് മുമ്പ് വേദ ഡൽഹിയിൽ എത്തിച്ചേർന്ന കാര്യങ്ങളെല്ലാം കാണിക്കുകയാ. ട്രെയിനിൽ ഡൽഹിയിൽ വന്നിറങ്ങുന്ന വേദ തന്റെ ഫ്രണ്ട് ശ്രേയയുടെ താമസ സ്ഥലത്തെത്തുകയാണ്. വേദ കാറിൽ വന്നിറങ്ങുന്നത് കണ്ട് ശ്രേയയും അങ്ങോട്ട് ഓടിച്ചെന്ന് അവളുടെ ബാഗ് എല്ലാം എടുത്ത് ഇങ്ങോട്ടാ വന്നതെന്ന് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഇല്ലെന്ന് വേദ. ശ്രേയ വേദയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് കയറി പോവുകയാണ്. പിന്നീട് വേദ നടന്ന കാര്യങ്ങളെല്ലാം ശ്രേയയുമായി പങ്കുവെക്കുന്നുണ്ട്. എവിടേക്കാണ് പോവേണ്ടതെന്ന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ബാഗും എടുത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ആദ്യം കണ്ടത് ഡൽഹിയിലേക്കുള്ള ട്രെയിനാ. അവളിൽ നിന്ന് എത്രയും അകലേക്ക് പോകണമെന്നുള്ളതായിരുന്നു മനസ്സ്. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല ശ്രേയ. എവിടെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം, എന്റെ കുഞ്ഞിനെ പ്രസവിക്കണം, വളർത്തണം. കോടതി വിധി എന്തായാലും വിക്രം പുറത്തു വരുമ്പോൾ കുഞ്ഞുമായി ഞാൻ ഉണ്ടാവണം എന്നൊക്കെ വേദ പറയുന്നത് കേൾക്കെ വേദേ നിന്റെ അച്ഛൻ ജില്ലാ ജഡ്ജി ആയിരുന്നിട്ടും എന്ന് ശ്രേയ ചോദിക്കുന്നുണ്ട്. കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത് സഹോദരനാണ് ശ്രേയ. നമ്മൾ എന്ത് ചെയ്താലും അയാൾ അത് ചെയ്തിരിക്കും. എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് എനിക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വയ്യ എന്ന് വേദയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നീട് അവർ ഒരുമിച്ച് പല വക്കീൽ ഓഫീസുകളിലും കയറി ഇറങ്ങിയെങ്കിലും ജോലിയൊന്നും കിട്ടിയില്ല. പിന്നീട് ശ്രേയയുടെ നിർദ്ദേശപ്രകാരം അവളൊരു കോൾ സെന്ററിൽ ജോലി തുടങ്ങുകയാണ്. അവിടെ വിക്രത്തെ കാണാൻ ജയിലിൽ എത്തിയിരിക്കുകയാണ് അച്ഛനും അമ്മയും. നീ ധൈര്യമായിട്ടിരിക്കെ, നാളത്തെ വിധി ഒരുപക്ഷെ നിനക്ക് അനുകൂലമാണെങ്കിലോ എന്ന് അച്ഛൻ വിക്രത്തെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് മൊബൈലിൽ വേദ വിധി കേൾക്കുന്നുണ്ട്. ചന്ദ്രശേഖരൻ കൊലക്കേസിൽ സെഷൻ കോടതി ഇന്ന് വിധി പ്രസ്താവിച്ചു. വിക്രം സുധാകരന് ജീവപര്യന്തം തടവ് എന്ന ആ വാർത്തകൾക്ക് വേദ സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. ആ വേദനയ്ക്കിടയിലും വയറ്റിൽ വളരുന്ന കുഞ്ഞ് വേദയ്ക്ക് ഒരാശ്വാസമാവുകയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നു പോകവേ ഡൽഹിയിലെ ഒരു പാർക്കിൽ ഇരിക്കുകയായിരുന്നു വേദ. അവിടെ ഇൻഫ്ലുവൻസേഴ്സായ ചില പെൺകുട്ടികൾ വന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട്. ഹായ് ഗൈസ്, ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുള്ള ഈ ജന്തർ മന്ദിറിലാണ് ഞങ്ങൾ. ഇവിടെ തൊട്ടപ്പുറത്ത് കേരള ഹൗസുമുണ്ട്. സോ വി ആർ ഡെഡിക്കേറ്റിംഗ് ദിസ് പെർഫോമൻസ് ടു ഡൽഹി എന്ന് പറഞ്ഞവൾ തന്റെ മൊബൈൽ തന്റെ ഫ്രണ്ടിന്റെ കയ്യിലേക്ക് നൽകി അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാ. അതിനു പുറകുവശത്തെ ബെഞ്ചിലിരിക്കായിരുന്ന വേദയുടെ അരികിലേക്ക് ശ്രേയ സ്നാക്സുമായി വരികയാ. അവരത് സന്തോഷത്തോടെ കഴിക്കുകയും പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നതിനിടയിൽ ആ പെൺകുട്ടികളെ ശ്രദ്ധിച്ച് വേദ പറയുന്നുണ്ട്, ഏതോ മലയാളി വ്ളോഗർമാരാണെന്ന് തോന്നുന്നു. അങ്ങനെ വേദയും ശ്രേയയും അവിടുന്ന് യാത്രയാവുകയാണ്. അവിടെ വിക്രത്തിന്റെ വീട്ടിൽ രാത്രിയാവുമ്പോൾ തന്റെ റൂമിലെ ജനാലയിലൂടെ തോരാതെ പെയ്യുന്ന മഴയെ നോക്കി സങ്കടത്തോടെ ഇരിപ്പാ കമല. അപ്പോഴാണ് സുധാകര മാഷ് കയ്യിൽ ചുക്കു കാപ്പിയുമായി വന്ന് അത് ചൂടാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ മാഷേ ഇത്? എനിക്ക് വേണമെന്നില്ലായിരുന്നു എന്ന് കമല പറയുന്നു. നിനക്കൊന്നും വേണമെന്നുണ്ടാവില്ല, പക്ഷേ കിടക്കുന്നതിന് മുമ്പ് ഈ മരുന്നൊക്കെ കഴിപ്പിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? അപ്പോൾ ഇത്തിരി ചുക്കു കാപ്പി ആയിക്കോട്ടെ എന്ന് കരുതി. പുറത്ത് നല്ല മഴയല്ലേ, ആ ജനൽ അങ്ങ് അടച്ചേക്കട്ടെ, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടെന്ന് മാഷ് പറയുകയാണ്. കമലമ്മയും വിഷമത്തോടെ പറയുന്നുണ്ട്, എല്ലാം അടച്ചു കൂട്ടുമ്പോൾ ഇനി ഒരിക്കലും ആരെയും കാണാൻ പറ്റില്ലെന്നൊരു തോന്നലുണ്ടാവും. ഒരിക്കൽ മാഷ് രാത്രി നമ്മുടെ വീടിന്റെ ജനലിനരികിൽ വന്നു നിൽക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മോനും വേദയും സ്വപ്നത്തിലെങ്കിലും അവിടെ വന്ന് നിന്നോട്ടെ, അതടയ്ക്കേണ്ടെന്ന് പറഞ്ഞ് കമല സങ്കടത്തോടെ കരയെ കമല എന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുക സുധാകര മാഷ്. സ്വപ്നത്തിൽ മാത്രമല്ല കമല, ഒരിക്കൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ഈ വീട്ടുമുറ്റത്ത് വരും, ഉറപ്പ് എന്ന് മാഷ് വാക്കു നൽകിയേ. കമലമ്മയും തലയുയർത്തിക്കൊണ്ട്, അപ്പോഴേക്കും ഞാൻ ഉണ്ടാവുമോ മാഷെ? ജീവൻ അവസാനിക്കാൻ പോകുന്ന കാലത്ത് എല്ലാവർക്കും ദൈവം ഓരോ നിമിത്തം കാണിക്കും. ഞാനും അങ്ങനെ ചിലത് ഇപ്പൊ കണ്ടു തുടങ്ങി മാഷെ എന്ന് കമലമ്മ പറയുന്നത് കേൾക്കെ, എന്തൊക്കെയാ കമല നീ പറയുന്നത്? എന്ത് നിമിത്തം കണ്ടുന്നാ? ആവശ്യമില്ലാത്തവരോന്ന് ചിന്തിച്ച് മനസ്സിൽ കടത്താൻ നിൽക്കുന്നുണ്ടാ ഇങ്ങനോടൊന്നും തോന്നുന്നത് എന്ന് മാഷ് പറയെ. നമ്മുടെ മകനെ കുറിച്ചും വേദയെക്കുറിച്ചും ആലോചിക്കുന്നത് ആവശ്യമില്ലാത്തതാണോ മാഷെ? അവർ നമ്മുടെ മുന്നിൽ നിന്ന് പോയിട്ട് ഏതാണ്ട് 1 വർഷത്തോളം ആയില്ലേ? അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു? നമുക്കോ നമ്മുടെ മക്കൾക്കോ ഗുണമുള്ളത് എന്തെങ്കിലും ഉണ്ടായോ എന്ന് കമല സങ്കടത്തോടെ ചോദിക്കുന്നു. നമ്മൾ ശ്രമിക്കുന്നില്ലേ കമല? അത്രയല്ലേ നമുക്ക് പറ്റൂ. അവനെ എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്തിറക്കിയിരിക്കും എന്ന് മാഷ് പറയെ. എന്നെ ആശ്വസിപ്പിക്കാനാണോ മാഷ് ഈ പറയുന്നത്? 3 ആൺമക്കൾ ഉണ്ടായിട്ടും മാഷിന്റെ ജീവിതത്തിൽ എന്ത് സമാധാനമാ ഉണ്ടായിട്ടുള്ളത്? ആകെ സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് ആ വീടായിരുന്നു, അതുപോലും കൈവിട്ടു പോയില്ലേ എന്ന് കരഞ്ഞുകൊണ്ട് കമല ചോദിക്കുകയാ.
അതിലെനിക്ക് തെല്ലും വിഷമമില്ല കമല. അതിലും വലുതാണ് നമ്മുടെ മകനെ റിലീസ് ചെയ്യിക്കുക എന്നുള്ളത്. വിശ്വത്തിനോടും വിനായകനോടും അവരുടെ കാര്യം നോക്കി മാറാൻ പറഞ്ഞത് വയസ്സുകാലത്ത് നമ്മൾ അവർക്കൊരു ബാധ്യതയായി എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി. എനിക്കിനിയും പ്രതീക്ഷ കൈവിട്ടു പോയിട്ടില്ല കമല. ശങ്കരനാരായണൻ സാറ് ജോലി രാജിവെച്ച് വിക്രമിന് വേണ്ടി കേസ് വാദിക്കാൻ തീരുമാനിച്ചില്ലേ? അതൊരു വലിയ കാര്യമല്ലേ? നീ നോക്കിക്കോ, എല്ലാം ശരിയാവും. അധികം വൈകാതെ വിക്രം പുറത്തിറങ്ങും. ഒരിക്കൽ പെട്ടുപോയ ചതിക്കുഴിയിൽ നിന്ന് ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാൻ പറ്റാതെ പോയ ഒരു പാവമാണ് നമ്മുടെ മകൻ. ആദ്യമൊന്നും എനിക്കത് മനസ്സിലായില്ല. മനസ്സിലായപ്പോ അവനെയും അവന്റെ ഭാര്യയെയും സ്നേഹിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നതുമില്ല. എന്റെ മകന്റെ കാര്യത്തിൽ ദൈവനിശ്ചയം എന്തായാലും അവനെ പുറത്തിറക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിൽ വിജയിക്കുകയും ചെയ്യും. അവൻ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കൂടെ അവനെ സ്വീകരിക്കാൻ വേദയും ഉണ്ടാകും. അത് സംഭവിക്കണം കമല. അതിന് നീ ഇങ്ങനെയെല്ലാം വിട്ടെറിഞ്ഞ് മനസ്സുകൊണ്ട് ഓടി ഒളിക്കുകയല്ല വേണ്ട. മനസ്സുറപ്പിച്ചു നിർത്തണം. തെറ്റായ തോന്നലുകൾ ഉള്ളിലുണ്ടാവുമ്പോൾ സ്വയം പറയണം, നമ്മുടെ മകൻ പുറത്തിറങ്ങുന്നതുവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന്. അത് കാണാതെ പോയാൽ പരലോകത്തും നമുക്ക് ശാന്തി ഉണ്ടാവില്ല കമല എന്ന് പറഞ്ഞ മാഷ് എഴുന്നേറ്റ് കമലയ്ക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ് എടുത്തു കൊടുക്കുകയാണ്. കഴിക്കുന്ന മാഷ് നിർബന്ധിക്ക് കമല ആ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. മാഷ് എഴുന്നേറ്റ് ആ ജനൽപ്പാളി അടച്ച് ഇനി കിടന്നുറങ്ങാൻ നോക്ക്. കൂടുതൽ ആലോചിച്ച് മനസ്സ് തളർത്തണ്ട. നാളെ ആശുപത്രിയിലേക്ക് പോവാനുള്ളതല്ലേ, കിടന്നോളൂ എന്ന് പറഞ്ഞ് മാഷ് പോവാൻ തുടങ്ങുന്നേരം മാഷ് എങ്ങോട്ടാ എന്ന് മാഷിന്റെ കയ്യിൽ പിടിച്ച് കമല ചോദിക്കുന്നു. ട്യൂഷൻ കുട്ടികളുടെ കുറച്ച് പേപ്പറുകൾ നോക്കണം, നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ മാഷ് പോവാനായി തുടങ്ങുമ്പോഴേക്കും കമല വീണ്ടും, മാഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാഷ് വിശ്വത്തിന്റെ കൂടെ പോയി താമസിക്കണം. എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ശ്രീജ മാഷിനോട് മുഖം കറുപ്പിക്കില്ല. ഒറ്റയ്ക്ക് ജീവിക്കുമെന്നുള്ള വാശി പാടില്ല കേട്ടോ. പിന്നെ എന്റെ ചിതയ്ക്ക് വിക്രമിനെ കൊണ്ട് തീ കൊടുപ്പിക്കണം. അതിനുവേണ്ടി മോർച്ചറിക്കുള്ളിലെ ഐസിനകത്ത് എത്ര നാള് കാത്തു കിടന്നാലും ശരി, അവൻ തന്നെ വേണം അത് ചെയ്യാൻ എന്ന് കമല പറയുന്നത് കേൾക്കെ കമല എന്ന് താക്കീതോടെ വിളിക്കുന്നുണ്ട് മാഷ്. ചിതാഭസ്മം സൂക്ഷിച്ചു വെക്കണം. വേദയും കൂടി വന്നിട്ട് അവളെയും കൂട്ടി വേണം അതൊഴുക്കി വിടാൻ എന്ന് പറഞ്ഞ് കമല കരയാൻ തുടങ്ങുമ്പോഴേക്കും മാഷും പരിഭ്രമത്തോടെ അവരുടെ അരികിലേക്ക് ഇരുന്ന്, മതി കമല മതി, ഇനിയും കേട്ടു നിൽക്കാൻ വയ്യ, മതി എന്ന് പറയേ കമലമ്മയും മാഷിന്റെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അവിടെ ശ്രീകാന്തിന് ദർശന്റെ കോൾ വരുന്നുണ്ട്. പറ ദർശൻ, എന്താ കാര്യമെന്ന് ശ്രീകാന്ത് ചോദിക്കുക. ഇന്ന് രാവിലെ റീൽസ് നോക്കിയിരുന്നപ്പോ ഞാനൊരു കാര്യം കണ്ടു. എന്റെ ഒരു ഫ്രണ്ടിന്റെ മകളുടെ വീഡിയോയാ, ഡൽഹിയിൽ വെച്ച് എടുത്തതാ. ഞാൻ അത് അയച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരാളിരിപ്പുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്ന അതേ ആൾ, എന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായ അതേ ആൾ എന്ന് ദർശൻ പറയുന്നവർക്ക് ശ്രീകാന്തും കോൾ വെച്ച് ദർശൻ അയച്ച ആ റീൽസ് എടുത്ത് നോക്കുമ്പോഴേക്കും ഡാൻസ് കളിക്കുന്ന ആ പെൺകുട്ടിയുടെ പുറകിലൂടെ പോകുന്ന വേദയെ കാണുന്നുണ്ട്. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വേദ എന്ന് പറയുകയാണ് ശ്രീകാന്ത്. അവിടെ ശ്രേയ അപ്പോഴേക്കും ഡെലിവറി ഡേറ്റ് എടുത്ത വേദയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. അവർ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തെത്തുമ്പോഴേക്കും അവരും ചോദിക്കുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞാൽ ഡേറ്റ് ആയില്ലേ, ആ നിലയ്ക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നതല്ലേ നല്ലതെന്ന്. അതെ ഡോക്ടർ, രാത്രി എങ്ങാനും പെയിനോ മറ്റു കോംപ്ലിക്കേഷനോ ഉണ്ടായാൽ കൊണ്ടുവരാൻ ആളില്ല. എനിക്ക് ഈ വീക്ക് നൈറ്റ് ഷിഫ്റ്റുമാണെന്ന് ശ്രേയ പറയുക. കോംപ്ലിക്കേഷൻ ഒന്നും സാധ്യതയില്ല. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. മിക്കവാറും നോർമൽ ഡെലിവറി ആകും, നോ വറീസ്. ഇവിടെ 2 മുറികളാണുള്ളത്, സിംഗിളും ടിൻ ഷെയറിങ്ങും എന്ന് ഡോക്ടർ പറയേ. ജനറൽ വാർഡ് പോലെ എന്തെങ്കിലും എന്ന് വേദ ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ലെറ്റ് മീ ചെക്ക് എന്ന് പറഞ്ഞ് മാഡം ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുക. അത് മതിയല്ലേ എന്ന് വേദ ശ്രേയയോടായി പറയുന്നുണ്ട്. ഡോക്ടർ വിളിച്ചു നോക്കി, ഫീമെയിൽ വാർഡിൽ ഒഴിവില്ല, ടിൻ ഷെയറിംഗ് ഉണ്ട്. ഇതുപോലെയുള്ള ഡെലിവറി കേസുകൾക്ക് അത്തരം റൂമുകളാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഒരു പ്രൈവസി കീപ്പ് ചെയ്യാനും അതാ നല്ലതെന്ന് ഡോക്ടർ പറയേ. ആയിക്കോട്ടെ ഡോക്ടർ എന്ന് വേദയും സമ്മതിക്കുക. അവർ ഒരു നഴ്സിനെ അങ്ങോട്ട് വിളിച്ച് അഡ്മിഷൻ എന്ന് പറയും. ആവോ എന്നാ സിസ്റ്റർ വേദയെ വിളിക്കെ. മലയാളിയാണ് സിസ്റ്റർ. ഡോക്ടർ പറയേ. ആണോ എന്ന് സന്തോഷത്തോടെ ആ സിസ്റ്ററും ചോദിക്കും. ടിൻ ഷെയറിംഗ് റൂമിൽ ഏതാ ഒഴിവുള്ളത് എന്ന് ഡോക്ടർ ചോദിക്കെ. 112-ൽ ഒരു ബെഡ് ഒഴിവുണ്ട്, അവിടെ ഓൾറെഡി ഒരു മലയാളി ഫാമിലി അഡ്മിറ്റഡ് ആണ് എന്ന് സിസ്റ്റർ പറയേ. ആര് എന്ന് ഡോക്ടറും ചോദിക്കുക. സിറ്റി കമ്മീഷണറുടെ വൈഫ് എന്ന് സിസ്റ്റർ പറയേ. അപ്പോ കൂട്ടിന് പിന്നെ നാട്ടുകാരും അത് തന്നെ ആയിക്കോട്ടെ എന്ന് ഡോക്ടർ പറയേ. ശരി ഡോക്ടർ, വരൂ എന്ന് വിളിക്കുകയാ സിസ്റ്റർ. വേദയും ശ്രേയയും ആ സിസ്റ്ററുടെ കൂടെ ചെല്ലുകയാ. നടക്കുന്നതിനിടയിൽ സിസ്റ്റർ തന്റെ കയ്യിലുള്ള പേപ്പർ കാണിച്ചുകൊണ്ട് ശ്രേയയോടായി പറയുകയാണ്, ഈ പേപ്പർ റിസപ്ഷനിൽ കൊടുത്താൽ മതി, ഞാൻ ഇവരെ റൂമിലേക്ക് ആക്കിക്കോളാമെന്ന്. അത് സംബന്ധിച്ച് ആ പേപ്പർ വാങ്ങി പോവാൻ തുടങ്ങുമ്പോഴേക്കും വേദ വിളിച്ച് തന്റെ ATM കാർഡ് കൊടുക്കുക. എന്റെ കയ്യിൽ കാശുണ്ടെന്ന് ശ്രേയ പറയേ. സാരമില്ല, ഇത് സ്വൈപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അതിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുക വേദ. ശരിയെന്ന് സംബന്ധിച്ച് ശ്രേയ എവിടുന്ന് പോകുമ്പോഴേക്കും സിസ്റ്റർ വേദയെയും കൊണ്ട് 112-ലേക്ക് എത്തുകയാണ്. 2 ബെഡും ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് ഇവിടെ ആളുണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് വേദ ചോദിക്കുന്നുണ്ട്. ആളുണ്ട്, പക്ഷെ ആ സ്ത്രീക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഹെവി ബ്ലീഡിംഗ് ആയിട്ടാ വന്നേ. ശരിക്കും ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ റിക്കവറായി വരുന്നുവെന്ന് സിസ്റ്റർ പറയെ. എന്താ പ്രശ്നമെന്ന് വേദ ചോദിക്കുകയാണ്. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് DCP-യാ, തരുൺ അയ്യർ എന്ന ലോക്കൽസ് ഒക്കെ വിളിക്കുക തരുൺ ദേബാങ്കെന്ന
എന്ന് സിസ്റ്റർ പറയുന്നതുകൾക്ക് അതെന്താ എന്ന് വേദയും ചോദിക്കുകയും സൽമാൻ ഖാന്റെ സിനിമ പോലെ തന്നെയാ ശരിക്കും ദബങ് അടിച്ചു നിരത്തെന്നൊക്കെ പറയില്ലേ ആ ടൈപ്പ് സ്വഭാവം തന്നെ. ഡൽഹി മീഡിയാസിലൊക്കെ ആ പുള്ളി വലിയ സ്റ്റാറാ. തങ്കവിഹാർ എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ക്രിമിനൽസും ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഒക്കെയുള്ള ഡൽഹിയിലെ ഒരു നോട്ടോറിയസ് ആയിട്ടുള്ള പ്ലേസ്. DCP ആയി തരുണയ്യർ ചാർജ് എടുത്ത് 1 മാസത്തിനുള്ളിൽ ക്ലീൻ. അതിന്റെ ഭാഗമായി കുറെ ശത്രുക്കളും പുള്ളിക്കാരനുണ്ട്. 2 ദിവസം മുമ്പ് വൈഫുമായി ഒരു മോളിൽ പോയതാത്രേ. അവിടെ വെച്ച് കുറച്ചു പേരൊന്ന് അറ്റാക്ക് ചെയ്തു എന്ന് സിസ്റ്റർ പറയുന്നതുകൾക്ക് പരിഭ്രമത്തോടെ അയ്യോ പുള്ളിയുടെ വൈഫിനെയോ എന്ന് വേദയും ഏയ് പുള്ളിയെ തന്നെ. ആൾക്കൊന്നും പറ്റിയില്ല. ആള് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുന്നത് കണ്ട് ഭാര്യ പേടിച്ച് ബോധം കെട്ട് താഴെ പോയി. ആ വീഴ്ചയിൽ പറ്റിപ്പോയതാ. പക്ഷേ ഇവിടെ വന്ന മനുഷ്യൻ ഭാര്യയുടെ കൈയും പിടിച്ചിരിക്കുന്നത് കണ്ടാൽ പാവം തോന്നിപ്പോ. കരയുന്ന ആ മനുഷ്യനാണോ ദില്ലിയെ വിറപ്പിക്കുന്ന ഈ തരുൺ ദബാങ് എന്ന് നമ്മൾ അത്ഭുതപ്പെടുമെന്നേ. ഇതാണ് വേദയുടെ ബെഡ്. ബൈസ്റ്റാൻഡറിനാണെങ്കിൽ ഈ ചെറിയ ബെഡ് ഉപയോഗിക്കും. എന്താവശ്യമുണ്ടെങ്കിലും ആ ബട്ടൺ അമർത്തിയാൽ മതി, ആളെത്തും. പോട്ടെ എന്ന് പറഞ്ഞ് സിസ്റ്റർ പോവാൻ തുടങ്ങുമ്പോഴേക്കും വേദ വീണ്ടും സിസ്റ്ററെ വിളിക്കുന്നുണ്ട്. സിസ്റ്റർ അവളുടെ അടുത്തേക്ക് വന്ന് സംശയത്തോടെ നോക്കിയ എന്താ പേര് എന്ന് വേദ ചോദിക്കുക. അരുണ ജ്യോതിലാൽ. പക്ഷേ ഇവിടുള്ളവർ എന്നെ വിളിക്കുക അരുണ ചട്ടർ പട്ടർ എന്ന. അത് കണ്ട് വേദ സംശയത്തോടെ നോക്കി നിൽക്കെ ചട്ടർ പട്ടർ എന്ന് വെച്ചാ വെറുതെ കിടന്ന് അലച്ചോണ്ടിരിക്കും. ഞാനൊരു വായാടിയാണേ, എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് അരുൺ അവിടുന്ന് പോവുകയാണ്. വേദയും ആ ബെഡിലേക്ക് ഇരുന്ന് തന്റെ ബാഗിൽ നിന്ന് വിക്രത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് സങ്കടത്തോടെ നോക്കിയിരിക്കുകയാണ്. വിക്രമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. വേദയുടെ മടിയിൽ തലവെച്ച് കിടന്ന് വിക്രം പറയുന്നുണ്ട് ഈ സിനിമയിലും സീരിയലിലുമൊക്കെ ചില സീനുകൾ വരുമ്പോൾ നമുക്ക് ക്രിഞ്ചായി തോന്നാറില്ലേ? മനസ്സിലായില്ല എന്ന് വേദയും. അതായത് ഈ നായകനും നായികയും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്കിരുന്ന് ജീവിതത്തെ പറ്റിയും വിവാഹത്തെ പറ്റിയും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ ആളുകൾ കൂവുന്നത് കണ്ടിട്ടില്ലേ എന്ന് വിക്രം ചോദിക്കേ. പിന്നെ ഒരുപാട് തവണ എന്ന് വേദയും. എന്തായിരിക്കും അതിന്റെ കാരണമെന്ന് വിക്രം ചോദിക്കേ. എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ എന്ന് വേദയും. ഉത്തരം പറ എന്ന് വിക്രമും. ആളുകള് സിനിമയും ടിവിയും ഒക്കെ കാണാൻ തുടങ്ങിയ കാലം മുതൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ആവർത്തിച്ചത് കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. അതുകൊണ്ടാവുമെന്ന് വേദയും. എന്നാലേ ഒരു കാര്യം ചോദിക്കട്ടെ, മനുഷ്യനുണ്ടായ കാലം മുതലേ ഉള്ളതല്ലേ ഈ പ്രേമവും വിവാഹവും പ്രഗ്നന്റ് ആവലും ഒക്കെ? ക്ലീശയും ക്രിഞ്ചുമാണെന്ന് കരുതി അതൊക്കെ ആരെങ്കിലും വേണ്ടെന്ന് വെക്കുന്നുണ്ട് എന്ന് വിക്രം ചോദിക്കുന്നതുകൾക്ക് സാറിന്റെ ലോജിക്ക് കൊള്ളാലോ. മരപ്പെട്ടൻ വിക്രമാദിത്യ, ക്ലീശയാണെന്ന് കരുതി സങ്കടം വരുമ്പോ ആരെങ്കിലും കരയാതിരിക്കോ എന്ന് വേദയും ചോദിക്കുകയാണ്. അതാണ് അവനവന്റെ സങ്കടവും സന്തോഷവും ദേഷ്യവും വിഷമവും ഒന്നും ആർക്കും ക്ലീശയല്ല. സമ്മതിച്ചല്ലോ. അപ്പോ ഇയാൾ പ്രഗ്നന്റ് ആവുമ്പോ എനിക്ക് ഇയാളുടെ വയറിൽ ചെവി ചേർത്ത് വെച്ച് കുഞ്ഞെന്താ പറയുന്നതെന്ന് കേൾക്കാലോ, അവനോട് സംസാരിക്കാലോ. അതൊന്നും ക്ലീശയാവില്ലല്ലോ എന്ന് വിക്രം ചോദിക്കുന്നവർക്ക് നാണത്തോടെ അവന്റെ മുഖത്തൊന്ന് പിച്ചി ഒരു കുത്തു വെച്ചു തരും ഞാൻ. അതിനുവേണ്ടി ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആവുന്നില്ല എന്നവൾ പറയേ. അതൊക്കെ ഇപ്പോ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പ് തന്നെ ഇത്തരം ജന്മ തുടർച്ചയിലാണല്ലോ അല്ലേ എന്ന് വിക്രമം ചോദിക്കുന്നുണ്ട്. തൽക്കാലം ആ തീരുമാനം നമ്മുടെ കയ്യിൽ നിൽക്കും കേട്ടോ എന്ന് വേദ പറയുന്നവൾക്ക് പരിഭവത്തോടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരിപ്പാ വിക്രവും. അത് കണ്ട് വേദയും പുഞ്ചിരിയോടെ ഇരിപ്പാ. തന്റെ നിറവയറിൽ കൈ ചേർത്ത് വെച്ച് വിക്രത്തിന്റെ ഫോട്ടോയും നോക്കി വേദ സങ്കടത്തോടെ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് കരയുകയാണ്. ശ്രേയ അങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് സങ്കടത്തോടെ കരഞ്ഞു നിൽക്കുന്ന വേദയാണ്. വേദ എന്ന് വിളിച്ച് അവളുടെ അരികിലേക്ക് ചെന്ന് എന്തിനാ ഇങ്ങനെ സങ്കടം വരുന്ന കാര്യങ്ങൾ മാത്രം ഓർക്കുന്നത് എന്ന് ചോദിക്കെ. സങ്കടം വരുന്നതാണെന്ന് ആര് പറഞ്ഞു? ജീവിതത്തിൽ ആലോചിക്കുമ്പോൾ ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങളാ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർക്കുന്നത്. ഇത് ശരിക്കും സന്തോഷ കണ്ണീരാ. ഓർക്കാൻ ഇതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള സന്തോഷ കണ്ണീരുകൊണ്ട് ഇടയ്ക്കിങ്ങനെ തുളുമ്പി പോകുന്നതാ എന്ന് വേദയും പറയുന്നുണ്ട്. അതൊക്കെ എന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നതാണെന്നറിയും എന്ന് ശ്രേയയും. ഏയ് അല്ല, വിക്രവുമായിട്ട് 1 വർഷക്കാലം മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അതൊരു വല്ലാത്ത കാലമായിരുന്നു. ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോ എനിക്കൊരു പഴയ സിനിമ ഓർമ്മ വരും. നീ മോഹൻലാലിന്റെ ചിത്രം സിനിമ കണ്ടിട്ടില്ലേ എന്ന് വേദ ചോദിക്കെ. അത് കാണാത്ത മലയാളികൾ ഉണ്ടാവോ എന്ന് ശ്രേയ. ആ സിനിമയിലെ രഞ്ജിനി മോഹൻലാലിനെ കൂടി ഊണ് കഴിക്കാൻ വിളിച്ചോളാൻ നെടുമുടി വേണുവിനോട് പറയും. അങ്കിൾ ഊണുകാലായി വരൂ, വിളിച്ചോളൂട്ടോ. അപ്പോൾ നെടുമുടിയുടെ കഥാപാത്രം എങ്ങനെയാണ് അവളും മോഹൻലാലുമായുള്ള ബന്ധം എന്നോർക്കും. ഒരേ വാചകം പല കാലങ്ങളിൽ അവൾ പറഞ്ഞത് എങ്ങനെയാണെന്ന് നമ്മൾ അപ്പോൾ കാണും. അങ്കിൾ ഊണുകാലായി വരൂ, ദേ അയാളെ കൂടി വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ, ദേ മറ്റാളെ കൂടി വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ, ദേ വിഷ്ണുവിനെ കൂടി വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ, ദേ പുള്ളിക്കാരനെ കൂടി വിളിച്ചോളൂ എന്നൊക്കെ വേദ ആ സിനിമയിലേതുപോലെ അഭിനയിക്കുകയാ. ഗുണ്ടയും തെമ്മാടിയുമായ ഒരുവനെ കടുത്ത വെറുപ്പോടെയും പകയോടെയും കണ്ട കാലത്തിൽ നിന്ന് ദേഷ്യത്തോടെയും പിന്നെ സഹതാപത്തോടെയും സൗഹൃദത്തോടെയും കുസൃതിയോടെയും സ്നേഹത്തോടെയും അവസാനം അങ്ങേയറ്റത്തെ പ്രണയത്തോടെയും കണ്ട 1 വർഷക്കാലം. കണ്ടില്ലേ, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ ഞാൻ വിതുമ്പിപ്പോയി. ഇതിന് നീ സങ്കട കണ്ണീരാണെന്നാണോ പറയാ
സത്യത്തിൽ ഇതല്ലേ ആനന്ദ കണ്ണീര് എന്ന് കണ്ണു തുടച്ച് വേദ ചോദിക്കെ ശ്രേയ അവളെ ചേർത്ത് പിടിച്ച് നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എന്തു പറഞ്ഞാലും അതൊരു മറുപടിയുമാവില്ല എന്ന് പറഞ്ഞവളെ ബെഡിലേക്ക് ഇരുത്തി ഇന്നത്തെ ദിവസം എനിക്ക് നിനക്ക് കൂട്ടിരിക്കണമെന്നുണ്ട്. പക്ഷെ അറിയാലോ നൈറ്റ് ഷിഫ്റ്റാ, ഒഴിവാക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഞാൻ വിളിച്ചു നോക്കി പക്ഷേ സമ്മതിക്കുന്നില്ല എന്ന് ശ്രേയ സങ്കടത്തോടെ പറയുന്നുണ്ട്. ഏയ് സാരമില്ല, ദാ ആ സ്വിച്ച് കണ്ടോ, അതൊന്ന് അമർത്തിയാ മതി, ഈ ആശുപത്രി മുഴുവൻ പറന്നെത്തുമെന്നാണ് അരുണ ചട്ടർ പട്ടർ പറഞ്ഞത് എന്ന് വേദ പറയുന്നതൊക്കെ ചട്ടർ പട്ടർ അതാണോ സർനെയിം എന്ന് ശ്രേയയും ചിരിയോടെ ചോദിക്കുന്നു. വേദയും ചിരിയോടെ ശരിക്കും അരുണ ജ്യോതിലാൽ എന്നാ, പക്ഷേ പുള്ളിക്കാരി സ്വന്തം ക്യാരക്ടർ മനസ്സിലാക്കി ഹസിന്റെ സ്ഥാനത്ത് ചട്ടർ പട്ടർ എന്ന് സ്ഥാപിച്ചു എന്ന് വേദ പറയേ ഓ അത്രയ്ക്ക് വായാടി എന്ന് ശ്രേയയും ഏയ് പാവ നല്ല ആളാ, വന്നപ്പോ തന്നെ ഈ മുറിയിലെ മറ്റേ പേഷ്യന്റിനെ പറ്റി ഒരു വിവരണം തന്നു മാത്രം എന്ന് വേദ പറയേ കൂടുതൽ അടുപ്പിക്കൊന്നും വേണ്ട, എന്തെങ്കിലും വിട്ടു പറഞ്ഞാലേ അത് മുഴുവൻ മറ്റുള്ള ആളുകളോട് പറയും എന്ന് ശ്രേയയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എനിക്കറിയാം ശ്രേയ എന്ന് വേദ. ശ്രേയയും എഴുന്നേറ്റതേ മരുന്നുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്, വീട്ടിലെ പോലെ കഴിക്കാൻ മറന്നേക്കരുത്, ഞാൻ പോട്ടടി എന്ന് പറഞ്ഞ് ശ്രേയ പോവാനൊരുങ്ങുമ്പോഴേക്കും വേദ അവളെ പിടിച്ചു നിർത്തി. കോളേജിൽ വെച്ച് തമ്മിൽ അറിയാമായിരുന്നെങ്കിലും നമ്മൾ ഇത്ര അടുപ്പമുണ്ടായിരുന്നില്ല, ഇവിടെ വന്നപ്പോഴാ നീയായിരുന്നു ശരിക്കും സുഹൃത്തെന്ന് എനിക്ക് മനസ്സിലായി. താങ്ക് യു ഫോർ എവരിതിങ് എന്നവളുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് വേദ പറയും ചിരിയോടെ ഒന്ന് പോടി, ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയില്ലേ, ഒരു ഉപാധികളും ഇല്ലാത്ത സ്നേഹം, അത് നമുക്ക് കുടുംബത്തിൽ നിന്നോ പാർട്ട്ണറിൽ നിന്നോ മക്കളിൽ നിന്നോ ഒരിക്കലും കിട്ടില്ല. ആ ബന്ധങ്ങളിലെല്ലാം നമ്മളിൽ നിന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്തോ ഒന്നുണ്ട്. എന്ന് പലപ്പോഴും ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല. റിയൽ ഫ്രണ്ട്ഷിപ്പ് നമ്മളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കില്ല, അവരുടെ വേണ്ടപ്പെട്ട സമയങ്ങളിൽ നമ്മളൊരു സാന്നിധ്യമായി മാത്രം ഉണ്ടായാൽ മതി, അത്രയുള്ളൂ, വരട്ടെ എന്ന് പറഞ്ഞ് ശ്വേത യാത്ര പറഞ്ഞിറങ്ങുകയാണ്.